ജയറാമേട്ടനൊക്കെ തകർത്തു അല്ലേ? അല്ല ഇവിടെ പടം എങ്ങനെയുണ്ട്? ഒരു ക്ലാസ് ഫാമിലി ഫീലിംഗ് അല്ലേ? ജയറാമേട്ടൻ്റെ ഒരു നല്ലൊരു പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ജയറാമേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പറാ? എങ്ങനെയുണ്ട്? 1000 ആശകൾ എങ്ങനെയുണ്ട് പടം? സൂപ്പറാ? 1000 ആശകൾ എങ്ങനെയുണ്ട്? 1000 ആശകൾ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? ഏട്ടാ 1000 ആശകൾ എങ്ങനെയുണ്ട്? നന്നായ എങ്ങനെയുണ്ട് പടം? ഇഷ്ടായ? 1000 ആശകൾ ജയറാമേട്ടൻ തകർത്തു അല്ലേ? മോനും ജയറാമേട്ടൻ മോനും 1000 ആശകൾ എങ്ങനെയുണ്ട്? അതെ ഇഷ്ടായി? നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? അപ്പോ എന്താണ് ജയറാമേട്ടന്റെ 1000 ആശകൾ എന്ന സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ. അടിപൊളി സിനിമയാണ്, നല്ലൊരു കുടുംബ ചിത്രമാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതിന് അമ്മയുടെ റോള് നല്ല അടിപൊളിയായിട്ട് അവർ ശരത് ചെയ്തിട്ടുണ്ട്. ആശ ശരത് അത് അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കാതെ കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു റോൾ അവർക്ക് നന്നായിട്ട് അഭിനയിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നങ്ങളല്ല എന്താണ് ഏതാണെന്നുള്ളത് ജനങ്ങളെ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നുണ്ട്. അതിൽ പെട്ടെന്ന് സിനിമയിൽ കയറി വരാൻ പറ്റില്ല, ഇനി വന്നാൽ തന്നെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആ സിനിമയിലൂടെ നമുക്ക് തന്നെ ഒരു ജനങ്ങൾ കൃത്യമായിട്ട് ആ ചിത്രം കിട്ടുന്നുണ്ട്. ഓരോ സീനുകളും കാണുമ്പോഴേ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ വേദനിക്കുക. എനിക്ക് അറിയണമെന്നില്ല, വെള്ളം വന്നില്ല, പക്ഷെ എനിക്ക് ഇതുവരെ ഒരു സിനിമ കണ്ടിട്ട് ഇത്ര വേദന വന്നിട്ടില്ല. ഇത് ഓരോ സീനും നമ്മൾ അതിലവിടെ ജീവിച്ചു പോകുന്ന ഒരു ഫീലാണ് വന്നത്. പിന്നെ ഇതിപ്പോ പാഷൻ ആയിട്ടാണ് ഇതിൽ വന്നത്. എനിക്കൊരു പാഷൻ ഉണ്ട്. ഇപ്പോൾ പാഷൻ സപ്പോർട്ട് ചെയ്യാത്ത പാരൻസ് ഉള്ള മക്കളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ഇതിൽ ഈഗോ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ആളുകൾക്കും ഈഗോ ഉണ്ട്. അതായത് എന്താണ് തമ്മിൽ ഈഗോ വെച്ച് അടിക്കുക. അപ്പോൾ സ്കൂളിൽ തന്നെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈഗോ എന്താണ് ചില സ്ഥലത്ത് നല്ലതാണ്, പക്ഷെ ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് ഈഗോ നല്ലതല്ല എന്നൊരു ചിത്രീകരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് അവസാനം അമ്മയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഈ സിനിമ ഇൻഡസ്ട്രി, അതായത് മലയാളം സിനിമ ഇൻഡസ്ട്രി ഹരിഹറിൻ്റെയോ എന്താണ് എന്തായിരുന്നു പേര്, അജീഷ് ഹരിഹർ, പിന്നെ ഒരാളെ പേരും കൂടി പറഞ്ഞു ഹരിഹറിൻ്റെയോ തന്തയുടെ വകയില്ല എന്ന് പറഞ്ഞു. അതോടെ എൻ്റെ സങ്കടം മാറിട്ടോ. അത്രയും നേരം എനിക്ക് ഭയങ്കര പെയിൻ. ടീച്ചർ പറയും പ്രഷറിന്റെ ഗുളിക കുടിക്കണം എന്ന് വരെ പറഞ്ഞു. അത്രയും പെയിൻ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ അത് കേട്ടതോടെ എല്ലാം കൊണ്ട് മാറി. അത്രയും നല്ല പടമായിരിക്കും ഞങ്ങൾ വിചാരിച്ചില്ല. സംഭവം ഞങ്ങൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിന്റെ റിട്ടയർമെന്റ് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് സജിത് സാർ പറഞ്ഞു ഞങ്ങളോട് ഒരു സിനിമ കാണാൻ പോയാലോ. അപ്പോൾ സാറ് പറഞ്ഞു ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണ്ട, ഇവിടെ വന്നെടുത്താൽ മതി, അധികം ആളുകളൊന്നുമില്ല പറഞ്ഞു. പക്ഷെ ഇത്രയും നല്ല പടം, എന്നാലും ഇത്രയും നല്ല പടത്തിന് എന്തുകൊണ്ട് ആളുകൾ ഇല്ല എന്ന് പോലും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പടമായിരുന്നു. ഇത്രയും സെറ്റ് പടം ഞാൻ കണ്ടിട്ടില്ല. സത്യം എനിക്ക് നല്ല ഇഷ്ടമായി. ഞാനൊക്കെ ഇന്നലെ കരഞ്ഞുപോയി, ശരിക്കും കരഞ്ഞുപോയി. കൂടെ മകൻ നിൽക്കുന്ന ആ രംഗമുണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ ആ സിനിമയിൽ ലയിച്ചു പോയി. നമ്മളെ മറന്നുപോയി, ശരിക്കും കരഞ്ഞു. ഇപ്പത്തെ എല്ലാതും ഈ തല്ല് ഫുള്ള് ഇങ്ങനെ മാസമായിട്ടുള്ള സാധനമാണ്. എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അതിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് പിടിച്ചു വരും. സെറ്റ് സാധനം ഇങ്ങനെയുള്ള പടങ്ങളാണ് നമുക്ക്. അതെ, കുറേ കാലം ഇങ്ങനെ പടം വന്നിട്ട് സങ്കടം ശരിക്കും ആശാ ശരത്തിന്റെ ആ ലാസ്റ്റ് ഡയലോഗാണ് ശരിക്കും പഞ്ച് ഡയലോഗ്. അതാണ് ഞങ്ങളുടെ സങ്കടം മൊത്തം മാറി. പിന്നെ ഓരോരുത്തർക്കും ഈ പാഷൻ ഫോളോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടി ആയിരുന്നു. എല്ലാരോടും പറയൂ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സിനിമ നാളെ മുതലൊക്കെ ആളുകളൊന്നായിട്ട് കയറി തുടങ്ങും കേട്ടോ. ഓക്കെ, ഒരു ക്ലാസ് കോമഡി ഫാമിലി സിനിമ. അതെ, ഓക്കെ, താങ്ക് യു.